നമ്മുടെ ഫാറ്റ് സ്പോട്ട് റിഡക്ഷൻ സാധ്യമാണ്, തീർച്ചയായിട്ടും സാധ്യമാണ്. അതിന് മുന്നേ എവിടെയൊക്കെയാണ് നമ്മൾ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തത്? 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ താഴെ ഉള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അബ്ഡമൻ മസിൽസിൻ്റെ ഉള്ളിൽ ഓർഗൻസിൻ്റെ ഇടയിലുള്ള ഫാറ്റാണ്, അഥവാ വിസറൽ ഫാറ്റും, പിന്നെ സ്കിന്നിൻ്റെ താഴെ ഉള്ളത് സബ്ക്യൂട്ടീനിയസ് ഫാറ്റും, പിന്നെ ഉള്ളത് നമ്മുടെ ലിവർ ഫാറ്റ്, അതുപോലെ തന്നെ ബ്ലഡിലുണ്ടാകുന്ന ഫാറ്റുകൾ. ഇവയൊക്കെയാണ് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവ എങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറക്കാൻ സാധിക്കുക? അഥവാ നമ്മുടെ സ്കിൻ ഫാറ്റിനെ നിലനിർത്തിയിട്ട് അബ്ഡമൻ ഫാറ്റിനെ കുറക്കാനും, അതുപോലെ തന്നെ അബ്ഡമൻ ഫാറ്റിനെ നിലനിർത്തിയിട്ട് സ്കിൻ ഫാറ്റ് കുറക്കാനും നമുക്ക് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്കിൻ ഫാറ്റ് അഥവാ നമ്മുടെ തൊലിൻ്റെ താഴെ ഭാഗത്തുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സസ് കലോറി, അതേപോലെ തന്നെ അദ്ദേഹത്തെ DNA അടിസ്ഥാനത്തിൽ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതിന് പുറമെ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ്, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതിന് പുറമെ നമ്മുടെ എന്തെങ്കിലും മെറ്റബോളിക്കൽ ഡിസ്ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇതൊക്കെ ചെറിയ അമൗണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ മെയിൻ കാരണം നമ്മുടെ എക്സസ് കലോറിയാണ് സ്കിൻ ഫാറ്റിൽ. എന്നാൽ വിസറൽ ഫാറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും അൺഹെൽത്തി ആയ രീതിയിൽ നമ്മുടെ ബോഡി പ്രോപ്പർ ഫങ്ഷൻ നടക്കാത്ത സമയത്ത്, എക്സ്പെഷ്യലി നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാത്ത സമയത്ത്, നമ്മൾ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്ത സമയത്തൊക്കെ സ്ട്രെസ് റിലീസ് ആകും. ഈ സമയത്താണ് നമ്മുടെ ബോഡിയിൽ കൂടുതലും വിസറൽ ഫാറ്റ് അഥവാ അബ്ഡമൻ സൈഡിൽ ഫാറ്റ് കൂടാൻ കാരണം. പല ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ ആ ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണം എന്ന് ചോദിക്കും. ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അഥവാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് എനർജി കൂടുതൽ ആവശ്യമാണ്, നിങ്ങളുടെ ബ്രെയിനിന് ആവശ്യമാണ്, ഹാർട്ടിന് ആവശ്യമാണ്. ഈ സമയത്ത് പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ബോഡിക്ക് ഏറ്റവും ഈസിയായ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡമൻ സൈഡിലെ ഫാറ്റാണ്. അതുകൊണ്ടാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ അബ്ഡമൻ സൈഡിലുള്ള ഫാറ്റിൽ നിന്നും ഒരു ഇൻസുലിൻ സെൻസിറ്റീവായ ഏരിയയാണ്. കാരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ബോഡി സ്ട്രെസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ എനർജി കൂടും. അഥവാ നിങ്ങൾ ഫാസ്റ്റിംഗ് സ്റ്റേജിലാണെങ്കിലും നിങ്ങളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അഥവാ ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രക്രിയയുടെ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ പാങ്ക്രിയാസ്, ഫാസ്റ്റിംഗ് സ്റ്റേജിലും പാങ്ക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ എക്സ്ട്രാ എനർജി, ആ എക്സ്ട്രാ ഷുഗറിനെ പിടിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ഫാറ്റിൽ പോകുന്ന സമയത്ത് സ്കിൻ ഫാറ്റ് സ്വീകരിക്കില്ല, അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവും അവിടെ. അതുപോലെ തന്നെ നമ്മൾ മസിൽസും സ്വീകരിക്കില്ല, അവിടെയും മസിൽസും ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവും. അങ്ങനെ ഈ ഫാറ്റ് പെട്ടെന്ന്, അഥവാ നിങ്ങൾ ഫാസ്റ്റിംഗ് സ്റ്റേജിലായാലും ഏത് സമയത്തും കോർട്ടിസോൾ ഉള്ള സമയത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ എക്സ്ട്രാ എനർജിയെ ഇൻസുലിൻ കൊണ്ടുപോയിട്ട് ആകെ സ്വീകരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വിസറൽ ഫാറ്റാണ്. അഥവാ നമ്മുടെ അബ്ഡമൻ സൈഡിലുണ്ടാകുന്ന ഫാറ്റ് ആ എക്സ്ട്രാ എനർജിയെ കീപ്പ് ചെയ്യും. അഥവാ ഇൻസുലിൻ സെൻസിറ്റീവ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വിസറൽ ഫാറ്റാണ്. അതായത് എക്സ്പെഷ്യലി കോർട്ടിസോൾ ഉള്ള സമയത്ത്. അതിനൊരു കാരണം, ഏറ്റവും കൂടുതൽ കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്യുന്നത് നമ്മുടെ വിസറൽ ഫാറ്റിൽ നിന്നാണ്. ആ ഭാഗത്തൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമാണ് 11β ഹൈഡ്രോക്സിസ്റ്റീറോയിഡ് ഡീഹൈഡ്രേഷൻ ടൈപ്പ് 1 എന്ന എൻസൈം. അത് നമ്മുടെ ബോഡിയിൽ, അഥവാ നമ്മുടെ വിസറൽ ഫാറ്റിലുള്ള എൻസൈമാണ്. അത് നമ്മുടെ ഇനാക്റ്റീവായ അഥവാ ആക്റ്റീവ് ചെയ്യാത്ത കോർട്ടിസോൾ ഹോർമോണിനെ ആക്റ്റീവ് ആക്കും, അഥവാ കൂടുതലും സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. അതുകൊണ്ട് അബ്ഡമൻ ഫാറ്റുള്ള, അഥവാ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്ത് ഫാറ്റുള്ള ആളുകൾക്ക് കൂടുതലും സ്ട്രെസ് റിലീസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈമൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോഡി ഇഷ്ടപ്പെടുന്നത് സ്ട്രെസ് ഉള്ള സമയത്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഒന്ന് മെയിൻ എന്നൊക്കെയാണെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റീവാണ്, കൂടുതലും കോർട്ടിസോൾ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഈസി ആയി എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് വിസറൽ ഫാറ്റിനെ നിലനിർത്തിയിട്ട് സ്കിൻ ഫാറ്റ് കുറക്കാൻ സാധിക്കുക? സ്കിൻ ഫാറ്റ് കുറയാൻ കാരണം നിങ്ങൾ അൺഹെൽത്തി ആയ രീതിയിൽ ഒരു കലോറി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ കലോറി അവിടെ കിട്ടുന്നില്ല. ഈ കിട്ടാത്ത സമയത്ത് നിങ്ങൾക്ക് സ്ട്രെസ് റിലീസാവും. പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ലാത്ത സമയത്ത് കൂടുതലും സ്ട്രെസ് റിലീസാവും. പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ സ്ട്രെസ് റിലീസാവും. ഈ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ കലോറി മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ കൂടുതലും സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ എനർജി വേണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തപ്പോൾ നിങ്ങളെ സ്കിൻ ഫാറ്റിൽ നിന്നും എനർജി റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത എനർജിയെ നിങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺസ് പിക്കപ്പ് ചെയ്തിട്ട് അത് നിങ്ങളുടെ വിസറൽ ഫാറ്റ് കൊണ്ടുവിടും. കാരണം ഇൻസുലിൻ സെൻസിറ്റീവ് ഉള്ള ഏരിയയാണ് സ്ട്രെസ് ഉള്ള സമയത്ത്. അങ്ങനെ നിങ്ങൾ സ്കിൻ ഫാറ്റ് കുറയും, നിങ്ങൾ വിസറൽ ഫാറ്റ് കൂടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത്. അവ സ്കിൻ ഫാറ്റ് കുറക്കാനും നമ്മുടെ അബ്ഡമൻ ഫാറ്റ് കൂട്ടാനും. ഇനി അബ്ഡമൻ ഫാറ്റ് കുറക്കാനും അത് സ്കിൻ ഫാറ്റ് അതേപോലെ കീപ്പ് ചെയ്യാനും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായ ന്യൂട്രീഷൻ കീപ്പ് ചെയ്യുക, എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ സൺലൈറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രോപ്പർ സ്ലീപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹോർമോൺ ഫങ്ഷൻ നടക്കും, ബോഡിയിൽ മെറ്റബോളിസം ഫങ്ഷൻ നടക്കും. ഈ സമയത്ത്
ഏറ്റവും ബോഡിക്ക് ഇഷ്ടമായ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ വിസറൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ആ വിസറൽ ഫാറ്റാണ്. ഫസ്റ്റ് നിങ്ങൾ വിസറൽ ഫാറ്റ് ആ എനർജി ആയിട്ട് റിലീസ് ചെയ്യുക. കാരണം അവിടെ കോർട്ടിസോൾ ഹോർമോൺ ഇല്ലെങ്കിൽ പിന്നെ എനർജിക്ക് അവിടെ ആവശ്യമില്ല, ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. നിങ്ങൾ കോർട്ടിസോൾ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രോപ്പറായുള്ള ഒരു ബാലൻസ്ഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എനർജി യൂസ് ചെയ്യുന്നത് നമ്മൾ വിസറൽ ഫാറ്റിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രം. നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കലോറി ഡയറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജി നിങ്ങൾ സ്കിൻ ഫാറ്റിൽ നിന്ന് എടുക്കും. അഥവാ നിങ്ങൾക്ക് വയറ് മാത്രം, അഥവാ നിങ്ങൾ അബ്ഡമൻ ഫാറ്റ് മാത്രം കുറക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ഒരു പ്രോപ്പർ ഡയറ്റിങ്, ന്യൂട്രീഷൻ, അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്ത് ഹോർമോണിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിസറൽ ഫാറ്റിൽ നിന്നായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഫാറ്റ് സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്നത്.